മസ്ഗ്രേവ് ചടങ്ങ് ഭാഗം 2. അത് കഴിഞ്ഞ് 2 ദിവസം ബ്രണ്ടൻ ജോലിയിൽ അത്യന്തം കൂടുതൽ ജാഗ്രത പുലർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ സൂചിപ്പിച്ചില്ല. നാണക്കേട് കൊണ്ട് മറ്റുള്ളവരറിയാതിരിക്കാൻ അയാൾ എന്തു ചെയ്യുമെന്ന് ഔത്സുക്യത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. 3-ാം ദിവസം രാവിലെ പതിവുള്ള സമയത്ത് അയാളെ കണ്ടില്ല. പ്രാതലിന് ശേഷം അന്നത്തെ ജോലിയെക്കുറിച്ചുള്ള നിർദ്ദേശത്തിനായി എന്നും എന്നെ വന്ന് കാണുക പതിവാണ്. ഭക്ഷണ മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ പണിക്കാരത്തി റേച്ചൽ ഹോവൽസ് എതിരെ വരുന്നു. രോഗശയ്യയിലായിരുന്ന അവൾക്ക് അപ്പോഴും ആരോഗ്യം വീണ്ടു കിട്ടിയിരുന്നില്ല. മെലിഞ്ഞ് വിളറിയിരുന്ന അവളെ ജോലി ചെയ്യാൻ എത്തിയതിന് ഞാൻ ശാസിച്ചു. പോയി കിടക്കൂ, സുഖമായിട്ട് വന്നാൽ മതി. അവളുടെ വല്ലാത്ത നോട്ടം കണ്ട് ഞാൻ അന്താളിച്ചു. മസ്തിഷ്ക ജ്വരം വീണ്ടും പിടികൂടിയതാവുമോ എന്തോ. എൻ്റെ സൂക്കേട് ഭേദമായി സാർ, അവൾ പറഞ്ഞു. ഡോക്ടറോട് ചോദിക്കട്ടെ. നീ ഇപ്പോൾ പോകൂ. താഴെ ചെന്ന് ബ്രണ്ടനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ബട്ട്ലർ പോയി, അവൾ പറഞ്ഞു. പോയോ? എവിടേക്ക്? അയാൾ പോയി. അയാളെ കാണാനില്ല, മുറിയിലുമില്ല. അയാൾ പോയി, എവിടെയോ പോയി. ചുമരിൽ ചാരി നിന്ന് അവൾ പൊട്ടിച്ചിരിച്ചു. അപസ്മാരം ബാധിച്ചതുപോലെയുള്ള ചിരി കണ്ട് ഞാൻ ഭയന്നുപോയി. ഞാൻ പരിചാരകരെ വിളിപ്പിച്ചു. അപ്പോഴും ചിരിച്ചും കരഞ്ഞും നിലവിളിച്ചും കൊണ്ടിരുന്ന അവളെ അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ബ്രണ്ടനെപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. അയാൾ അപ്രത്യക്ഷനായത് തന്നെ. തലേന്നു രാത്രിയിൽ മുറിയിൽ കിടന്നുറങ്ങിയതിൻ്റെ ലക്ഷണമില്ല. വീടിന് പുറത്ത് പോയതെങ്ങനെയെന്ന് മനസ്സിലാവുന്നുമില്ല. രാവിലെ വാതിലുകളും ജനാലകളുമൊക്കെ അടഞ്ഞു തന്നെ കിടന്നിരുന്നു. അയാളുടെ വസ്ത്രങ്ങളും വാച്ചും പണവുമൊക്കെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ബ്രണ്ടർ സാധാരണയായി ധരിക്കാറുള്ള കറുത്ത കോട്ട് മാത്രം കാണാനില്ല. ഷൂസ് അവിടെയുണ്ട്, സ്ലിപ്പറുകൾ കാണുന്നില്ല. രാത്രിയിൽ ബ്രണ്ടൻ എവിടെ പോയതായിരിക്കും? അയാൾക്ക് എന്ത് സംഭവിച്ചിരിക്കും? നിലവറ മുതൽ തട്ടിൻ പുറം വരെ ഞങ്ങൾ തെരഞ്ഞു. ബ്രണ്ടൻ്റെ ഒരു വിവരവുമില്ല. മാളികയുടെ വലിപ്പത്തെപ്പറ്റി മുമ്പ് പറഞ്ഞല്ലോ. ഒരു രാവണൻ കോട്ട തന്നെ. അതിലെ പഴയ എടുപ്പുകളിലൊന്നും ആൾപ്പാർപ്പില്ല. എങ്കിലും എല്ലായിടവും ഞങ്ങൾ പരതി നോക്കി. തൻ്റെ എല്ലാ വസ്തുക്കളും അയാൾ ഉപേക്ഷിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയുണ്ട്? ഞാൻ പോലീസിൽ അറിയിച്ചു. അവരുടെ അന്വേഷണം കൊണ്ടും ഫലമുണ്ടായില്ല. രാത്രി മഴയുണ്ടായിരുന്നു. വീടിന് ചുറ്റുമുള്ള നടപ്പാതയും പുൽത്തകിടിയുമൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. ഒരടയാളവുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച വേറൊരു സംഭവവും ഉണ്ടായി. റേച്ചൽ ഹോവൽസിൻ്റെ അസുഖം കുറെ കൂടുതലായി. 2 ദിവസം അപസ്മാര മൂർച്ചയിലായിരുന്നതുകൊണ്ട് രാത്രി മുഴുവൻ അടുത്തിരിക്കാൻ ഒരു നഴ്സിനെ ഏർപ്പാട് ചെയ്തിരുന്നു. ബ്രണ്ടൻ്റെ തിരോധാനത്തിൻ്റെ 3-ാം ദിവസം രോഗി സുഖമായി ഉറങ്ങുന്നത് കണ്ട നേഴ്സ് കസേരയിൽ കിടന്ന് ഒന്ന് മയങ്ങി. വെളുപ്പിനുണർന്നപ്പോൾ രോഗിയെ കാണാനില്ല. ജനാല തുറന്നു കിടന്നിരുന്നു. എന്നെ അവർ വിളിച്ചുണർത്തി. ജോലിക്കാരുടെ സഹായത്തോടെ ഞാൻ ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. അവൾ പോയതെങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ വിഷമമുണ്ടായിരുന്നില്ല. പുൽത്തകിടിയിലൂടെ തടാകം വരെ കാലടിപ്പാടുകൾ പതിഞ്ഞു കിടന്നിരുന്നു. 8 അടി താഴ്ചയുള്ള തടാകത്തിനെ ചുറ്റിയുള്ള ചരൽപാതയിൽ ആ അടയാളങ്ങൾ അവസാനിച്ചത് കണ്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ പരിഭ്രമം ഊഹിക്കാമല്ലോ. ഉടൻ തന്നെ വലവീശി മൃതദേഹം വീണ്ടെടുക്കാൻ ഏർപ്പാട് ചെയ്തു. പക്ഷേ ഹതഭാഗിയായ ആ പെൺകുട്ടിയുടെ ഭൗതിക അവശിഷ്ടം അവിടെ ഉണ്ടായിരുന്നില്ല. തികച്ചും അപ്രതീക്ഷിതമായി വളരെ വിചിത്രമായ മറ്റൊരു വസ്തു ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. ഒരു സിൽക്ക് സഞ്ചിയും അതിനുള്ളിൽ പഴകിത്തുരുമ്പിച്ച ലോഹക്കഷ്ണങ്ങളും നിറം മങ്ങിയ നിരവധി കുപ്പിച്ചില്ലുകളും ഉരുളൻ കല്ലുകളും. ഇതുമാത്രമേ തടാകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെയും അന്വേഷണം തുടർന്നെങ്കിലും ബ്രണ്ടനെയോ റേച്ചലിനെയോ പറ്റി വിവരമൊന്നും കിട്ടിയില്ല. പോലീസ് അന്വേഷണവും ഗതിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അറ്റ കൈയായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. വാട്സൺ, എന്തുമാത്രം ജിജ്ഞാസയോടെയാണ് ഞാൻ ഈ വിചിത്ര കഥ കേട്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സംഭവ പരമ്പരകളെ കോർത്തിണക്കുന്ന ചരടിൻ്റെ ഒരു തുമ്പെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പണിക്കാരത്തെ മുമ്പ് ബട്ട്ലറെ സ്നേഹിച്ചിരുന്നു. അയാൾ ഉപേക്ഷിച്ചപ്പോൾ അവൾക്ക് വെറുപ്പ് തോന്നിയിരിക്കും. അവളുടെ സിരകളിൽ വെയിൽസിലെ രക്തമാണ്. പെട്ടെന്ന് വികാരധീനമാകും. അയാൾ അപ്രത്യക്ഷനായപ്പോൾ അവൾ വളരെ ശോഭിച്ചിരുന്നു. ചില വിചിത്ര വസ്തുക്കളടങ്ങിയ സഞ്ചി അവൾ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കണക്കിലെടുക്കേണ്ട വസ്തുതകൾ ഇത്രയുമാണ്. പക്ഷേ
ഇതൊന്നും പ്രശ്നത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നുമില്ല. ഈ സംഭവ പരമ്പരകളുടെ തുടക്കം എവിടെയായിരിക്കും? അത് കണ്ടുപിടിച്ചാൽ കുരുക്കഴിക്കാനുള്ള മാർഗവും അവിടെ തന്നെ കണ്ടുകിട്ടും. മസ്ഗ്രേവ്, നിങ്ങളുടെ ബട്ട്ലർ വായിച്ചുകൊണ്ടിരുന്ന ആ കടലാസ് എവിടെ? ജോലി പോലും പണയപ്പെടുത്തി അയാൾ പരിശോധിച്ചത് എനിക്ക് കാണണം. അത് വെറും പരിഹാസ്യമായ ഒരേർപ്പാടാണ്, മസ്ഗ്രേവ് പറഞ്ഞു. പരമ്പരാഗതമായി നിലനിന്നു പോരുന്നുവെന്ന് മാത്രം. പ്രശ്നോത്തരങ്ങളുടെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ നോക്കാം. വാട്സൺ, ഇതാണ് ആ പേപ്പർ. വിചിത്രമായ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓരോ മസ്ഗ്രേവ് കുടുംബാംഗങ്ങളും പുരുഷപ്രാപ്തി എത്തുമ്പോൾ ഇത് വായിച്ചിരിക്കണമെന്നാണ് നിയമം. ഞാൻ വായിക്കാം, കേട്ടോളൂ. അതാരുടേതായിരുന്നു? പോയ ആളിൻ്റെ. അതാർക്ക് കിട്ടും? ഇനി വരുന്നയാൾക്ക്. സൂര്യൻ എവിടെയായിരുന്നു? ഓക്കുമരത്തിന് മുകളിൽ. നിഴൽ എവിടെയായിരുന്നു? എൽ മരത്തിന് ചുവട്ടിൽ. അളവേതാണ്? വടക്കോട്ട് 10 കിഴക്ക് 5 തെക്ക് 2 പടിഞ്ഞാറ് 1 അതിൻ്റെ താഴെ. അതിന് നാം എന്തു കൊടുക്കും? നമുക്കുള്ളതെല്ലാം. എന്തിനു കൊടുക്കണം? നമ്മിലർപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി. ഒറിജിനൽ തീയതി വച്ചിട്ടില്ലായിരുന്നു. ഭാഷ 17-ാം നൂറ്റാണ്ടിലേതാണ്, മസ്ഗ്രേവ് പറഞ്ഞു. നമ്മുടെ രഹസ്യം കണ്ടുപിടിക്കാൻ ഇത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറഞ്ഞ പക്ഷം ആദ്യത്തേതിനേക്കാൾ രസകരമായ മറ്റൊരു രഹസ്യം കൂടി നമുക്ക് ലഭിച്ചല്ലോ. ഇതിലൊന്ന് വെളിപ്പെട്ടാൽ മറ്റേതും കൂടി ചിലപ്പോൾ വെളിച്ചത്തായെന്ന് വരും. മസ്ഗ്രേവ് ശ്രമിക്കുമെങ്കിൽ ഞാനൊന്ന് പറയാം. നിങ്ങളുടെ ബട്ട്ലർ വളരെ ബുദ്ധിയുള്ളവനാണ്. അയാളുടെ യജമാനന്മാരിൽ 10 തലമുറയിൽപ്പെട്ടവർക്ക് ആർക്കുമില്ലാതിരുന്ന ബുദ്ധിയും ഉൾക്കാഴ്ചയും അയാൾക്കുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല, മസ്ഗ്രേവ് പറഞ്ഞു. ഈ കടലാസ് പ്രായോഗികമായി തീരെ അപ്രധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ പ്രധാനമാണ്. ബ്രണ്ടനും അങ്ങനെ വിശ്വസിച്ചിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പിടികൂടുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇത് കണ്ടിട്ടുണ്ടാകും എന്നതാണ് എൻ്റെ പക്ഷം, ഹോംസ് പറഞ്ഞു. അത് ശരിയാകാം. ഞങ്ങളിത് രഹസ്യമാക്കി വെച്ചിരുന്നില്ല. ഓർമ്മ പുതുക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് അയാൾ ഇത് നോക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെ കണ്ടപ്പോൾ ഒളിച്ചു വച്ച ഒരു ഭൂപടമോ മറ്റോ അയാളുടെ കയ്യിലുണ്ടായിരുന്നില്ലേ? അതുമായി ഒത്തുനോക്കിയതായിരിക്കും. അത് ശരി. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പഴയ ആചാരവുമായി അയാൾക്ക് എന്ത് ബന്ധം? ഈ ജൽപ്പനങ്ങളുടെയൊക്കെ അർത്ഥം? അത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ പണിപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞു. അടുത്ത ട്രെയിനിൽ നമുക്ക് സക്സസിലേക്ക് പോവാം. സംഭവസ്ഥലത്ത് തന്നെ കൂലങ്കഷമായ ഒരു പഠനം നടത്തിക്കളയാം. അന്ന് വൈകുന്നേരം ഞങ്ങൾ ഹൾസ്റ്റണിൽ എത്തി. പ്രസിദ്ധമായ ആ മാളികയുടെ ചിത്രം നിങ്ങൾ കണ്ടിരിക്കും. അതുകൊണ്ട് ചുരുക്കി പറയാം, ഇംഗ്ലീഷിലെ എൽ അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് ആ കെട്ടിടം. നീളം കൂടിയ ഭാഗം പിന്നീട് പണിയിച്ചതാണ്. മധ്യത്തിലുള്ള വലിയ വാതിലിന് മുകളിൽ 1607 എന്ന് കൊത്തിയിട്ടുണ്ട്. എന്നാൽ ഉത്തരവും കരിങ്കൽ തൂണുകളുമൊക്കെ പരിശോധിച്ച വിദഗ്ധന്മാരുടെ അഭിപ്രായം അവയ്ക്ക് അതിലേറെ പഴക്കമുണ്ടെന്നാണ്. കൂടുതൽ പഴക്കം ചെന്ന ഭാഗത്ത് കട്ടി കൂടിയ ചുമരുകളും ഇടുങ്ങിയ ജനാലകളുമാണുള്ളത്. അതുകൊണ്ട് ആ ഭാഗം സ്റ്റോർ മുറികളായി ഉപയോഗിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പണിത പുതിയ ഭാഗത്താണ് ആൾപാർപ്പുള്ളത്. ഒരു വലിയ മനോഹരമായ തോട്ടവും വൻ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പറമ്പും വീടിന് ചുറ്റുമുണ്ട്. വീട്ടിൽ നിന്നും 600 അടി അകലെയായി നടപ്പാതയുടെ സമീപത്താണ് മുൻ പറഞ്ഞ തടാകമുള്ളത്. അവിടെ രഹസ്യങ്ങൾ 3 എണ്ണമില്ല, ഒന്നേ ഉള്ളൂ എന്നും മസ്ഗ്രേവ് ചടങ്ങ് ശരിയായി വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞാൽ ബട്ട്ലർ ബ്രണ്ടനെയും പരിചാരിക റേച്ചലിനെയും ആവരണം ചെയ്തിരിക്കുന്ന നിഗൂഢത അനാവരണം ചെയ്യാനൊക്കുമെന്നും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് വാട്സൺ, എൻ്റെ സർവ്വശക്തിയും ഞാൻ അതിലേക്ക് തിരിച്ചുവിട്ടു. ഈ ഭൃത്യന് യജമാനൻ്റെ പുരാതനമായ ചോദ്യോത്തരങ്ങൾ വായിച്ചറിയാൻ എന്താണ് ഇത്ര ഉത്സാഹം? ഉത്തരം വ്യക്തമാണ്. 4-5 തലമുറകളായി നമ്മുടെ പ്രഭു കുടുംബത്തിലെ കാരണവന്മാരുടെ ദൃഷ്ടിയിൽപ്പെടാത്ത എന്തോ ഒന്ന് അയാൾ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടുത്തം സ്വന്തം കാര്യസാധ്യത്തിന് പ്രയോജനപ്പെടുത്താമെന്നും തീർച്ചയാക്കി. എന്തായിരുന്നു ആ കണ്ടുപിടുത്തം? അത് അയാളുടെ വിധിയെ എങ്ങനെ ബാധിച്ചു? ചടങ്ങുകളുടെ വിവരണം വായിച്ചപ്പോൾ അതിൽ പറഞ്ഞിരുന്ന അളവുകൾ ഏതോ പ്രത്യേക സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി.
അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മസ്ഗ്രേവിൻ്റെ പൂർവികന്മാർ ഇങ്ങനെ സൂത്രവാക്യങ്ങളിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിട്ടുള്ള രഹസ്യം എന്താണെന്ന് പിടികിട്ടും. ഓക്കുമരത്തിൻ്റെയും എൽ വൃക്ഷത്തിൻ്റെയും വ്യക്തമായ സൂചനകളുണ്ടല്ലോ. ഓക്കുമരത്തിൻ്റെ കാര്യത്തിൽ സംശയമില്ല. വീടിൻ്റെ നേരെ മുൻപിൽ പാതയുടെ ഇടതുവശത്ത് വൃക്ഷങ്ങളുടെ ഒരപ്പൂപ്പൻ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ വൻ വൃക്ഷം നിൽപ്പുണ്ട്. നിങ്ങളുടെ ചടങ്ങ് ആരംഭിച്ച കാലത്ത് ഈ വൃക്ഷം ഇവിടെ ഉണ്ടായിരുന്നോ? വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു. ഉണ്ട്, നോർമൻ ആക്രമണ കാലത്തെ അതിവിടെയുണ്ട്. 23 അടിയാണ് അതിൻ്റെ ചുറ്റളവ്. അങ്ങനെ ഒരു സ്ഥാനം മനസ്സിലായി. പ്രായം ചെന്ന എൽ മരങ്ങൾ ഇവിടെങ്ങാനുമുണ്ടോ? എൻ്റെ അടുത്ത ചോദ്യം. അതാ അവിടെ വളരെ പ്രായമായ ഒന്നുണ്ടായിരുന്നു. 10 വർഷം മുമ്പ് ഇടിവട്ടേറ്റു പട്ടുപോയി. ഞങ്ങളത് മുറിച്ചു മാറ്റി. അത് നിന്നിരുന്ന സ്ഥാനം ഓർമ്മയുണ്ടോ? ഉണ്ട്. വേറെ എൽ വൃക്ഷങ്ങളൊന്നുമില്ലല്ലോ. ആ പ്രായമായതൊന്നുമില്ല. ബീച്ച് മരങ്ങൾ ധാരാളമുണ്ട്. ആ സ്ഥലം കാണിച്ചു തരൂ. വീടിനുള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ പുൽത്തകിടിയിൽ വൃക്ഷം നിന്നിരുന്ന സ്ഥലം മനസ്സിലാക്കി. വീടിനും ഓക്കുമരത്തിനും മധ്യത്തിലായിരുന്നു അത്. എൻ്റെ അന്വേഷണത്തിന് പുരോഗതിയുണ്ടെന്ന് തോന്നി. ആ മരത്തിൻ്റെ ഉയരം എത്രയായിരുന്നുവെന്നറിയാൻ വല്ല മാർഗവുമുണ്ടോ? ഞാൻ ആരാഞ്ഞു. ഓഹോ, അതെളുപ്പമാണ്. 64 അടി. കൃത്യമായി നിങ്ങൾക്കെങ്ങനെ അറിയാം? ഞാൻ വിസ്മയിച്ചു. എൻ്റെ പഴയ ട്യൂഷൻ മാസ്റ്റർ ത്രിമാന ഗണിതം പഠിപ്പിച്ചിരുന്നപ്പോൾ ആ രീതി ഉപയോഗിച്ച് ഇവിടുത്തെ വൃക്ഷങ്ങളുടെയും കെട്ടിടങ്ങളുടെയും മറ്റും ഉയരം കണക്കാക്കാറുണ്ടായിരുന്നു. അവിചാരിതമായ ഒരു ഭാഗ്യമായിരുന്നു അത്. പ്രതീക്ഷിച്ചതിലും വേഗം എനിക്ക് ആവശ്യമായ വിവരങ്ങൾ കിട്ടുന്നു. നിങ്ങളുടെ ബട്ട്ലർ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതായി ഓർക്കുന്നുണ്ടോ? റെജിനാൾഡ് മസ്ഗ്രേവിൻ്റെ മുഖത്ത് ആശ്ചര്യം പ്രകടമായി. നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോലിക്കാരനുമായ ഒരു തർക്കം തീർക്കാനെന്ന് പറഞ്ഞ് ബ്രണ്ടൻ വൃക്ഷത്തിൻ്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചിരുന്നു. വളരെ നല്ല ഒരു വാർത്ത. എൻ്റെ അന്വേഷണം ശരിയായ മാർഗത്തിലാണെന്നതിന് തെളിവായിരുന്നു അത്. ഞാൻ സൂര്യനെ നോക്കി. 1 മണിക്കൂറിനുള്ളിൽ അത് വയസ്സൻ ഓക്കുമരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശാഖയുടെ മുകളിലെത്തുമെന്ന് ഞാൻ കണക്കാക്കി. ചടങ്ങിൽ പറഞ്ഞിരുന്ന ഒരു വ്യവസ്ഥ അപ്പോൾ നടപ്പിലാകും. എൽമരത്തിൻ്റെ നിഴലെന്ന് പറയുമ്പോൾ നിഴലിൻ്റെ അറ്റമെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ചുവടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സൂര്യൻ ഓക്കുമരത്തിൻ്റെ മുകളിലാവുമ്പോൾ എൽ വൃക്ഷത്തിൻ്റെ നിഴൽ എത്ര ദൂരെയാകുമെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലാത്ത വൃക്ഷത്തിൻ്റെ നിഴൽ എങ്ങനെ കണ്ടുപിടിക്കും ഹോംസ്? ബ്രണ്ടന് കഴിയുമെങ്കിൽ എനിക്കും കഴിയും. വാസ്തവത്തിൽ അത് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. ഞാൻ മസ്ഗ്രേവിൻ്റെ മുറിയിൽ ചെന്ന് ഒരു കുറ്റി ചെത്തിയുണ്ടാക്കി. ഒരു നീണ്ട ചരടെടുത്ത് ഓരോ അടിയും ഇടവിട്ട് കെട്ടുകളിട്ടു. എന്നിട്ട് 2 ചൂണ്ടക്കമ്പുകൾ എടുത്തു. രണ്ടിനും കൂടി 6 അടി നീളമുണ്ടായിരുന്നു. ഞങ്ങൾ എൽമരം നിന്നിരുന്ന സ്ഥലത്ത് പോയി. സൂര്യൻ ഓക്ക് വൃക്ഷത്തിന് മുകളിൽ എത്തിയിരുന്നു. ചൂണ്ടക്കമ്പുകൾ രണ്ടും ചേർത്ത് കെട്ടി കുത്തനെ പിടിച്ച് നിഴലിൻ്റെ ദിശ മനസ്സിലാക്കി. നീളം അളന്നു. 9 അടിയായിരുന്നു നീളം. ഇനി കണക്ക് കൂട്ടാൻ എളുപ്പമാണ്. 6 അടി നീളത്തിലുള്ള ദണ്ടിൻ്റെ നിഴൽ 9 അടിയാണെങ്കിൽ 64 അടി ഉയരമുള്ള വൃക്ഷത്തിൻ്റെ നിഴൽ 96 അടി കാണും. നിലത്ത് അത്രയും ദൂരം അളന്നപ്പോൾ വീടിൻ്റെ ചുമരിനടുത്തെത്തി. അവിടെ ഞാൻ ഒരു കുറ്റി തറച്ചു. അതിനടുത്തായി 2 ഇഞ്ച് മാറി ഒരു ചെറിയ കുഴി കണ്ടപ്പോൾ എൻ്റെ ആഹ്ലാദത്തിന് അതിരുണ്ടായിരുന്നില്ല. ബ്രണ്ടൻ അളന്ന് അടയാളപ്പെടുത്തിയതാണ് അതെന്ന് മനസ്സിലായി. ഞാനിപ്പോഴും അയാളെ പിന്തുടരുകയാണ്. ഇവിടെ നിന്നും എൻ്റെ വടക്കു നോക്കി യന്ത്രത്തിൻ്റെ സഹായത്തോടെ ദിക്കുകൾ കണക്കാക്കി മറ്റളവുകൾ എടുത്തു. 10 ചുവടളന്ന് അടയാളപ്പെടുത്തി. എന്നിട്ട് കിഴക്കോട്ട് 5ഉം തെക്കോട്ട് 2ഉം ചുവടുകൾ നടന്നു. പഴയ വാതിലിൻ്റെ പടിയിലാണ് ഞാൻ എത്തിയത്. അവിടെ നിന്ന് 2 ചുവട് പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ കല്ല് പാകിയ ഇടനാഴിയിൽ ഇറങ്ങണമെന്നർത്ഥം. സൂത്രവാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണല്ലോ വാട്സൺ. ഞാൻ നിരാശ കൊണ്ട് വാടിത്തളർന്നു. എൻ്റെ കണക്കൂട്ടലിൽ അടിസ്ഥാനപരമായ ഏതോ തെറ്റുണ്ടായിരിക്കണം. അസ്തമയമായ സൂര്യൻ ഇടനാഴിയിലെ കരിങ്കൽ തറയിൽ പൊൻവെയിൽ പൂശിയിരുന്നു. ചവിട്ടിത്തേഞ്ഞ ആ ശിലാഫലകങ്ങൾ കൊല്ലങ്ങളായി അനക്കിയിട്ടില്ലെന്ന് വ്യക്തം. ബ്രണ്ടൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നിലത്ത് മുട്ടി നോക്കി. എല്ലായിടത്തും ഒരേ ശബ്ദം. വിടവോ വിള്ളലോ ഒന്നുമില്ല. എൻ്റെ ഓരോ ചുവടുവയ്പും താല്പര്യത്തോടെ വീക്ഷിച്ചു നിന്നിരുന്ന മസ്ഗ്രേവ് ആ കടലാസെടുത്ത് അളവുകൾ ഒന്നുകൂടി പരിശോധിച്ചു.
അതിൻ്റെ താഴെ എന്നെഴുതിയിരിക്കുന്നത് വെട്ടുകളഞ്ഞു. മസ്ഗ്രേവ് വിളിച്ചു പറഞ്ഞു. കുഴിച്ചു നോക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് ശരിയല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇതിൻ്റെ താഴെ നിലവറയുണ്ടോ? ഉണ്ട്, വളരെ പഴകിയ ഒരറ. ഇതാ ഈ വാതിലിലൂടെ വരൂ. ഞങ്ങൾ വളഞ്ഞു വളഞ്ഞു പോകുന്ന കൽപ്പടികൾ ഇറങ്ങി. എൻ്റെ സ്നേഹിതൻ തീപ്പെട്ടി ഉരച്ച് മൂലയിൽ ഒരു വീപ്പയ്ക്ക് പുറത്തിരുന്ന ഒരു വിളക്ക് കത്തിച്ചു. ഞങ്ങൾ ശരിയായ സ്ഥലത്താണ് എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലായി. ഞങ്ങൾ മാത്രമല്ല, വേറെ ആരോ കൂടി അടുത്ത കാലത്ത് അവിടം സന്ദർശിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞു.